കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സംയുക്തമായി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അത് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങുകൾ BJPയുടെ രാഷ്ട്രീയ വേദികളാക്കി മാറ്റുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അവസരത്തിൽ പൊതു പരിപാടികൾ BJP നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന രീതിയാണ് കണ്ടുവരുന്നത്. സംസ്ഥാന സർക്കാർ കൂടി വലിയ തോതിൽ പണം മുടക്കി ഭൂമി ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ ദേശീയപാത 66ൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളെ ബോധപൂർവം ഒഴിവാക്കുന്നത് അത്യന്തം ഞെട്ടിക്കുന്നതാണ്. സംസ്ഥാന സർക്കാരിന് കൃത്യമായ ക്ഷണമില്ല, പ്രോട്ടോക്കോൾ ലംഘനം ഉണ്ട്. ഇത് BJPയുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. ദേശീയപാത വികസനത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ നേരിട്ട് പണം ചെലവഴിക്കുന്നത് കേരളത്തിലാണ്. അത് കേവലം ലക്ഷങ്ങളോ കോടികളോ അല്ല, 5580 കോടി രൂപയാണ് ഭൂമി ഏറ്റെടുക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. ഈ തുക കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയതോടെ സംസ്ഥാനത്തിന് ഏതാണ്ട് 12,000 കോടി രൂപയുടെ ബാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വസ്തുക്കൾ നിലനിൽക്കെ ഉദ്ഘാടന വേദിയിൽ നിന്ന് സംസ്ഥാന പ്രതിനിധികളെ ഒഴിവാക്കിയ ക്രെഡിറ്റ് മുഴുവൻ തട്ടിയെടുക്കാനുള്ള ശ്രമം ജനം തിരിച്ചറിയും. ഒരു സംസ്ഥാനത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം, പ്രത്യേകിച്ച് ബഹുമാന്യനായ പ്രധാനമന്ത്രി പങ്കെടുത്തുകൊണ്ട് നടക്കുന്ന അവസരത്തിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയെയും അതുപോലെ ഉള്ള പാർലമെൻറ്റ് മെമ്പറേയും സ്ഥലം MLAയും അവരെല്ലാം ക്ഷണിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രോട്ടോക്കോളുകൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പാഠപുസ്തകം NCERT പ്രിൻ്റ് ചെയ്തതിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി ഇടപെട്ടല്ലോ. എന്നിട്ട് NCERT ഇപ്പോൾ മാപ്പ് പറഞ്ഞല്ലോ, ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന്. അതേപോലെ ഓരോ കാര്യങ്ങളിലും ഈ ഭരണഘടനാ ലംഘനത്തിൻ്റെ കാര്യത്തിലും പ്രോട്ടോക്കോൾ ലംഘനത്തിൻ്റെ കാര്യത്തിലും ഗവൺമെൻറ് ചടങ്ങുകളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൻ്റെ കാര്യത്തിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി NCERTയുടെ വിഷയത്തിൽ ഇടപെടേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവിടെ ഓരോ റീച്ചിൻ്റെയും പ്രവർത്തനങ്ങൾ കൃത്യമായി റിവ്യൂ ചെയ്യുകയും ആ റിവ്യൂ ചെയ്തതിനൊക്കെ തന്നെ നേതൃത്വം കൊടുത്തത് PWD മിനിസ്റ്ററായിട്ടുള്ള മുഹമ്മദ് റിയാസാണ്. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും നാഷണൽ ഹൈവേ റീജിയണൽ ഓഫീസറും പലതവണ കേരള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പരസ്യമായി അഭിനന്ദിച്ചിട്ടുള്ളതുമാണ്. NH-66ൻ്റെ എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എത്രയോ പ്രാവശ്യമാണ് നമ്മുടെ PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ഡൽഹിയിൽ പോവുകയും ബന്ധപ്പെട്ട മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരെല്ലാം കണ്ട് ഇന്നിപ്പോൾ 6 റീച്ചുകൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എത്രയോ സമയത്ത് നിരവധി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഉദ്ഘാടന ചടങ്ങിലെ പ്രാതിനിധ്യം ഇല്ലാതാക്കിയാൽ ഈ ചരിത്രപരമായ സംഭാവനകൾ ഇല്ലാതാക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ NH പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഫണ്ട് കൊടുക്കേണ്ടി വന്നിട്ടില്ല. കേരളം മാത്രമാണ് ഈ വലിയ തുക കൊടുക്കേണ്ടി വന്നത്. എല്ലാ കാര്യത്തിലും അവഗണന പോലെ തന്നെ ഇക്കാര്യത്തിൽ അവഗണന കാണിക്കാൻ നോക്കിയപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര കോടി രൂപ ഇനി വേണ്ടി വന്നു കഴിഞ്ഞാലും NH-66ൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആവശ്യമായ സ്ഥലമെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണെന്ന് തീരുമാനിച്ച ഏക സംസ്ഥാനം ഇന്ത്യയിൽ കേരളം മാത്രമാണ്. ദേശീയപാത വികസനം തടയാൻ വേണ്ടി വയൽക്കിളി സമരത്തിൽ മണ്ണും ശേഖരിച്ച് ഡൽഹിക്ക് പോയ ആൾക്കാരും ഇക്കാര്യത്തിലുണ്ടോ എന്നുള്ള കാര്യം ഞാനിവിടെ അവരുടെ കാര്യങ്ങളുമുണ്ട്. വികസനത്തെ മുഴുവൻ തടയാൻ നോക്കിയവരിന്ന് ഇതിൻ്റെ എല്ലാം പിതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പോവുകയാണ്. കാരണം അന്ന് NH-66ൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏതെല്ലാം നിലയിൽ തടയാൻ പറ്റുമോ ആ നിലയിലൊക്കെ തന്നെ തടയുന്നതിന് വേണ്ടി പല കോണുകളിൽ നിന്നുള്ള പരിശ്രമം നടത്തിയിട്ട് പോലും അതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്.
രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൻ്റെ ദേശീയപാത വികസനത്തിന് നൽകിയ സംഭാവനകൾ എന്താണെന്ന് വ്യക്തമാക്കണം. വട്ടപൂജ്യമാണ്. രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നിന്നോ മറ്റേതെങ്കിലും വകുപ്പിൽ നിന്നോ സഹായം തേടിക്കൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, വട്ടപൂജ്യമാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. പൊതുമരാമത്ത് വകുപ്പിൻ്റെയും LDF സർക്കാരിൻ്റെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഈ നാടകം ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണ്. സംസ്ഥാനത്തിൻ്റെ വിയർപ്പും പണവും വിനിയോഗിച്ച് നടപ്പിലാക്കിയ പദ്ധതിയെ കേവലം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി BJP ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിമാരുമൊക്കെ തന്നെ നിരവധി പ്രാവശ്യം ചർച്ച ചെയ്യുകയും ഡൽഹിയിൽ പോകുമ്പോൾ കാണുകയൊക്കെ ചെയ്യുകയും അവർ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഇത്രയും താല്പര്യം കാണിച്ച് ഈ നടക്കാത്ത പ്രോജക്റ്റിനെ വീണ്ടും നടപ്പിലാക്കാൻ കഴിയുന്ന നിലയിലേക്ക് കൊണ്ടെത്തിയതിന് നിരവധി പ്രാവശ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കേന്ദ്രമന്ത്രി തന്നെ അഭിനന്ദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു സംസ്കാരം, പുതിയ ഒരു രീതി വളർന്നു വരികയാണ്. അത് നമുക്ക് ഒരു കാരണവശാലും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇന്ന് കഴിയില്ല എന്നുള്ളതാണ്. കേരളം ഇക്കാര്യത്തിലൊക്കെ തന്നെ മാതൃക കാണിക്കുകയാണ്, മാന്യത കാണിക്കുകയാണ്. ഏത് ഗവൺമെൻറ് പ്രോഗ്രാം നടത്തിയാലും അത് അതിൻ്റെ പ്രോഗ്രാമിൻ്റെ നിലവാരം നോക്കി വിളിക്കേണ്ട എല്ലാ ആൾക്കാരെയും വിളിക്കുന്ന സമീപനമാണ് കേരള ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഒരു സംസ്ഥാനത്തെ അങ്ങേറ്റം അവഗണിക്കുന്ന രൂപത്തിൽ പെരുമാറിയാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടി വരുന്നത്? ഞങ്ങൾ എന്തും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ കാണിക്കും, കേരളം പോലുള്ള ഒരു ഗവൺമെൻറ്റിനെതിരെ കാണിക്കുമെന്ന് നിലപാടെടുത്താൽ ഇന്ത്യയുടെ ഭാഗമല്ലേ കേരളം? അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ഒക്കെ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ഈ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഫണ്ട് വെട്ടിക്കുറയ്ക്കുക, വിദ്യാഭ്യാസ ഫണ്ട് വെട്ടിക്കുറയ്ക്കുക, അങ്ങനെ എല്ലാ തരത്തിലും കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് കിട്ടേണ്ട ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുക. എന്ത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. നമ്മളെ ഭരണഘടനയ്ക്ക് തന്നെ എതിരാണല്ലോ ആ കാര്യങ്ങൾ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്ന ഫണ്ട് പോലും തന്നിട്ടില്ല കുട്ടികൾക്കുള്ള. ഇവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ NH-66 ഉപേക്ഷിച്ച പദ്ധതിയാണല്ലോ, ഉപേക്ഷിച്ചിട്ട് പോയ പദ്ധതിയാണിത്. അവിടെയാണ് കേരള മുഖ്യമന്ത്രിയുടെ ധൈര്യവും കേരള മുഖ്യമന്ത്രിയുടെ പ്രതിബദ്ധതയും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത്രയും ഫണ്ട് ഉപയോഗിച്ച് ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് അക്വിസിഷൻ കൊടുക്കാറില്ല. നമ്മളാണിത് കൊടുത്തേക്കണം. ഈ 5000-ലധികം കോടി രൂപയുടെ ഫണ്ട് ചിലവഴിച്ചിരിക്കുകയാണ്. എന്നിട്ടത് കടമെടുപ്പിൻ്റെ പരിധിയിൽപ്പെടുത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുക ഇരട്ടിയായി നമുക്ക് ചിലവഴിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇത് അറിയണമായിരുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചതാണെന്നുള്ള ഒരു അറിയില്ല. ഇനി യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു നാണക്കേട് സ്വയം ബോധ്യപ്പെടേണ്ട അദ്ദേഹമാണ്. താൻ നേരത്തെ രാജ്യസഭ മെമ്പറായിരുന്നു, കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. അദ്ദേഹം പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹത്തിന് ചില അവകാശങ്ങളുണ്ട്. രാഷ്ട്രീയ പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പ്രോട്ടോകോൾ മാനുവലിൽ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളുടെ പ്രോട്ടോകോൾ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെയെല്ലാം വിഴിഞ്ഞമായിരുന്നാലും NH-66 ആയിരുന്നാലും കേന്ദ്ര ഗവൺമെൻറ് ഏത് പ്രോഗ്രാം ആയിരുന്നാലും രാജീവ് ചന്ദ്രശേഖർ ട്രെയിനിൻ്റെ ഉദ്ഘാടനം എറണാകുളത്ത് ഇടിയും തള്ളലുമല്ലായിരുന്നു BJPയുടെ. ഇപ്പോൾ ഈ
സെൻട്രൽ ഗവൺമെൻറ്റുമായി ഏതെങ്കിലും തരത്തിൽ ഒരു അകന്ന ഒരു ബന്ധമുള്ള ചടങ്ങ് പോലും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ഇടിയും തള്ളലും ഗുസ്തിയും കൊണ്ട് വലിയ ഒരു നിവൃത്തിയില്ല. എല്ലാ BJP നേതാക്കന്മാരും കയറി വരികയാണ്. ഇത് പ്ലാൻ ചെയ്ത് നടത്തുന്ന പരിപാടിയാണ്. ഈ കേന്ദ്ര സഹമന്ത്രി പോലുമല്ലാത്ത രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഇത്തരത്തിലൊരു പരിപാടി, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ അങ്ങനെ ഒരു നീക്കം നടക്കുന്നത്? ഇത്തരം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിലും പരിപാടികളിലും എല്ലാം കയറിയിരിക്കുന്നത് അത് ഏത് LP സ്കൂളിലെ കുട്ടികൾക്ക് മനസ്സിലാവില്ലേ? അതങ്ങനെ തന്നെയാണ്. ഏത് പരിപാടിക്കും കയറിയിരിക്കുകയാണ്. അദ്ദേഹം മത്സരിക്കാൻ ഒരു വർഷങ്ങൾക്ക് പിന്നെ 4-5 കേന്ദ്ര സഹമന്ത്രി ആയിരുന്നപ്പോഴേ തന്നെ മത്സരിക്കാൻ വേണ്ടി കേരളത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിച്ചിരുന്നതാണ്. മണ്ഡലം അന്നേ കണ്ടുവച്ചിരുന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പിന്നെ ഒരു 1000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ഇവിടെ. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിലെ ജനങ്ങളോടും നേമത്തെ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ വേണ്ടി പറ്റും? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചോദിക്കുന്നത്? അത് ഞാൻ പിന്നെ അടുത്ത MLA എന്നുള്ള നിലയിൽ ജനങ്ങളോടൊപ്പം നിന്ന് എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടും അതിനപ്പുറം നിന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരനുമായിട്ട് ഒരു കാര്യത്തിൽ എനിക്ക് മത്സരിക്കാൻ പറ്റില്ല. ധനത്തിൻ്റെ കാര്യത്തിൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് മത്സരിക്കാൻ വേണ്ടി പറ്റില്ല. അദ്ദേഹം ഇന്ത്യയിലെ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട കോടീശ്വരന്മാരിൽ ഒരാളാണ്. വലിയ വലിയ സ്ഥാപനങ്ങളുടെ മുതലാളിയാണ്. അവിടെ ഞങ്ങളുടെ നിയമത്തുള്ളവരെല്ലാം പാവങ്ങളാണ്, പാവപ്പെട്ടവരാണ്. പാവപ്പെട്ട സാധാരണക്കാരും പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിലുള്ള ആൾക്കാരാണ് 4% വോട്ടർമാരെന്ന് പറയുന്നത്. അപ്പം ന്യൂനപക്ഷങ്ങളൊക്കെ ഇപ്പോഴേ പേടിച്ചിരിക്കുക നിയമത്തെ സംബന്ധിച്ചിടത്തോളം.